ബിസിനസ്. ഓക്കെ. പിന്നെ നമ്മുടെ ബാക്ക് എൻഡിൽ വിഷ്ണു ഉണ്ട്, അതുപോലെ തന്നെ ബവിൻ ഓൾസോ. ഞങ്ങൾ രണ്ടുപേരും ഓപ്പറേഷൻസ് ആണ് കമ്പനിയിൽ ഹാൻഡ് ചെയ്യുന്നത്. ഹി ഓൾസോ എന്താ പറയുക, കോർഡിനേഷൻ ആൻഡ് എവറിഥിങ്, എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് ബവിൻ ആൻഡ് അനൂപാണ്. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ബാക്ക് ആൻഡ് സപ്പോർട്ടിൽ കുറച്ച് ആളുകളും കൂടെ ഉണ്ട്. എല്ലാവരും നമ്മൾ പേരെടുത്ത് ഇപ്പോൾ പറയുന്നില്ല. ഓക്കെ. പിന്നെ ഇത് നമ്മുടെ മിത്രാസ് ക്ലബിന്റെ സെക്കൻഡ് ബാച്ചിന്റെ ഓറിയന്റേഷൻ പ്രോഗ്രാമാണ്. ഓക്കെ. അപ്പോൾ ഫസ്റ്റ് ബാച്ച് നമ്മൾ നല്ല സക്സസ്ഫുൾ ആയിട്ട് തന്നെ നമ്മുടെ 28 days 28 ദിവസത്തെ ക്ലാസ് നല്ല രീതിയിൽ തന്നെ അത് കംപ്ലീറ്റ് ആയി. അതിൽ ഒരുപാട് പേർക്ക് അവരുടേതായിട്ടുള്ള എന്താ പറയാ ഒരു അറിവ് നല്ല രീതിയിൽ പകർന്നു തന്നു. പലർക്കും നല്ല ഫീഡ്ബാക്സ് ഉണ്ട്. ഓക്കെ. അപ്പൊ അതെല്ലാം നമ്മൾ ഗ്രൂപ്പിൽ ജസ്റ്റ് ഇന്റിമേറ്റ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ. പിന്നെ അതുപോലെ തന്നെ അവരുടെ ഒരു ഫീഡ്ബാക്സും അവർക്കുള്ള ഒരു അവസരങ്ങളും നമ്മൾ ഈ ഒരു മീറ്റിംഗിൽ തന്നെ പരമാവധി ഇൻക്ലൂഡ് ചെയ്യാൻ ശ്രമിക്കാം. ഓക്കെ. പിന്നെ നമ്മുടെ മിത്രാസ് ക്ലബിന്റെ ഇതൊരു കമ്മ്യൂണിറ്റിയിലേക്കുള്ള ആദ്യത്തെ നമ്മുടെ ഒരു സ്റ്റെപ്പാണ്. ഓക്കെ. ഇപ്പൊ നമ്മുടെ ഫസ്റ്റ് ബാച്ച് കഴിഞ്ഞു, ഇനി സെക്കൻഡ് ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നു. ക്ലാസ് വരുന്നത് ഏകദേശം 6 മണി തൊട്ട് 6:30 വരെ ആയിരിക്കും. ഇതിന്റെ മുഴുവൻ ഡീറ്റെയിൽസും നിങ്ങൾക്ക് മിത്രൻ ചേട്ടൻ പറഞ്ഞു തരും. ഞാനത് ഇൻട്രൊഡ്യൂസ് ചെയ്യാം. ഓക്കെ. പിന്നെ വോയിസ് ഓക്കെ അല്ലേ? ഹാപ്പി സൺഡേ, എല്ലാവർക്കും ഹാപ്പി സൺഡേ കേട്ടോ. ഓക്കെ. പിന്നെ നമ്മൾക്ക് ഇനി ഈ സെക്കൻഡ് ബാച്ചിന്റെ ക്ലാസിന്റെ ടൈമിംഗ് ഞാനിപ്പോൾ ഓൾറെഡി അറിയിച്ചു. 6 മണി തൊട്ട് 6:30 വരെ ആയിരിക്കും. ഓക്കെ. അപ്പം മിത്രൻ ചേട്ടന് ഹാൻഡ് ഓവർ ചെയ്യുന്നതിന് മുന്നേ നമ്മളെല്ലാവരും എന്താ പറയാ, മെന്റർ മിത്രാത്മജൻ സർ, സ്നേഹത്തോടെ നമ്മൾ മിത്രൻ ജി എന്ന് എല്ലാവരും വിളിക്കുന്നു. ഓക്കെ. ചേട്ടൻ മിത്രൻ ചേട്ടൻ എന്താ പറയാ, ബലൂൺ ആർട്ടിസ്റ്റ് ആണ്, അതേപോലെ മാർഷൽ ആർട്സ് ഉണ്ട്, ഹ്യൂമാനിറ്റേറിയൻ ആണ്, ആസ്ട്രോളജി ഉണ്ട്, ആസ്ട്രോളജി പഠിപ്പിക്കുന്നുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്, ഞാൻ പ്രത്യേകിച്ച് ഒരു ഇൻട്രൊഡക്ഷൻ തരേണ്ട ആവശ്യമില്ല. എന്നിരുന്നാലും നമ്മൾ ഒഫീഷ്യലായിട്ട് ഒരു കാര്യങ്ങൾ പറയുമ്പോഴേക്കും അത് എല്ലാവരും അറിയിക്കണമല്ലോ. ഓക്കെ. അപ്പോൾ ഈ ഒരു മീറ്റിംഗിലേക്ക് ജോയിൻ ചെയ്ത എല്ലാവർക്കും നന്ദി അറിയിക്കുകയാണ്. ഓക്കെ. ഞാൻ ഒരുപാട് ദീർഘിപ്പിക്കുന്നില്ല. മിത്രൻ ചേട്ടനോട് ഞാനിപ്പോൾ ഹാൻഡ് ഓവർ ചെയ്യുകയാണ്. ഓക്കെ. ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം തന്നെ മിത്രൻ ചേട്ടൻ നിങ്ങൾക്ക് നല്ല വിശദമായിട്ടുള്ള രീതിയിൽ പറഞ്ഞുതരും. നമ്മുടെ ക്ലാസ്സും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത്. ആരും എനിക്കിപ്പോ പേഴ്സണലി മെസ്സേജ് അയക്കേണ്ട, മീറ്റിംഗിലാണ്, വാട്സപ്പിൽ മെസ്സേജ് അയക്കരുത് കേട്ടോ, ദൈവത്തെ ഓർത്ത്. നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഗ്രൂപ്പിൽ, ഐ മീൻ ഓറിയന്റേഷൻ പ്രോഗ്രാമിൽ ജോയിൻ ചെയ്യുക. നമ്മുടെ ലാൻഡിംഗ് ഗ്രൂപ്പിലും അതേപോലെ തന്നെ മിത്രാസ് 1-ലും 2-ലും നമ്മൾ ലിങ്ക് ഇട്ടിട്ടുണ്ട്, പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതിലേക്ക് ജോയിൻ ചെയ്യുക. പിന്നെ ഇതിന്റെ റെക്കോർഡിങ്സ് നിങ്ങൾക്ക് കുറച്ച് കഴിയുമ്പോഴേക്കും അവൈലബിൾ ആയിരിക്കും. ഓക്കെ. നമ്മൾ ഷെയർ ചെയ്യുന്നതായിരിക്കും. കൃത്യം 8 മണി കഴിയുമ്പോഴേക്കും നമ്മൾ ലൈവിലേക്ക് മാറുന്നതായിരിക്കും കേട്ടോ. ഓക്കെ. അപ്പോൾ ഇതിൽ ബാക്ക് എൻഡിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എൻ്റെ പേര് അനൂപ് MS, ഓപ്പറേഷൻസ് ആണ് ഹാൻഡിൽ ചെയ്യുന്നത്. അതേപോലെ തന്നെ ബവിൻ ഉണ്ട്, ബവിൻ ഓൾസോ ഹാൻഡിലിംഗ് ദി ഓപ്പറേഷൻസ്. ഓക്കെ. സൗണ്ട് കൂട്ടാൻ പറ്റും? ഓക്കെ. ഓഡിബിൾ അല്ലേ? എല്ലാവർക്കും അങ്ങനെ തന്നെയാണോ തോന്നുന്നത്? സൗണ്ട് കൂട്ടാൻ പറ്റുമോ എന്ന് ചോദിക്കുന്നുണ്ടായിരുന്നു. ക്ലിയർ അല്ലേ? ഇപ്പൊ ഓക്കെ ആണോ? ഓക്കെ. ഓക്കെ. താങ്ക് യു. അപ്പോൾ ഞാൻ അധികം പറഞ്ഞ് ദീർഘിപ്പിക്കുന്നില്ല. ഓവർ ടു മിത്രാത്മജൻ സർ. ഓക്കെ. നമ്മുടെ മെന്റർ മിത്രാത്മജൻ സർ. അപ്പോൾ മിത്രൻ ചേട്ടനെ ഞാൻ വെൽക്കം ചെയ്യുകയാണ്, നിങ്ങൾക്ക് കാര്യങ്ങളൊക്കെ വിശദമായിട്ട് ഞാൻ പറഞ്ഞു തരാൻ വേണ്ടി. മിത്രൻ ചേട്ടാ, ഓവർ ടു യു. ഓഡിബിൾ ആണോ? ഹായ്, എല്ലാവർക്കും നമസ്കാരം. എന്റെ സൗണ്ട്, അനൂപ സൗണ്ട് ക്ലിയർ ചെക്ക് ചെയ്ത് ക്ലിയർ ആണല്ലോ അല്ലെ? സൗണ്ട് ക്ലിയർ ആണ് ചേട്ടാ, ചേട്ടൻ്റെ സൗണ്ട് ക്ലിയർ ആണ്. ഓക്കെയാണ്. ഓക്കെ. ഇപ്പൊ വീട്ടിലാണോ ഉള്ളത് കേട്ടാ? ഈ ക്യാമറയുടെ ക്ലാരിറ്റിക്ക് കുറച്ച് പ്രശ്നമുണ്ട്. അത് നമ്മുടെ പ്രശ്നമല്ല, ഈ ടൈമിന്റെ ചെറിയൊരു പ്രശ്നം. നമസ്കാരം ചേച്ചി, ലതിക ചേച്ചി, ഒരുപാട് പേരുണ്ട് കേട്ടോ. എല്ലാവർക്കും നമസ്കാരം പറഞ്ഞ ശരിയാവില്ല. ലക്ഷ്മി ചേച്ചി, ഓക്കെ, എല്ലാവർക്കും നമസ്കാരം. സോ മിത്രാസ് ക്ലബിന്റെ ഒരു ഉദയം അല്ലെങ്കിൽ അതിന്റെ ആരംഭം എന്ന് പറയുന്നത്, എന്തിനാണ് ഈ ഒരു ക്ലബ്ബ് എന്ന് ഞാൻ ആദ്യം പറയാം. ഈ ലോകത്തെ ഒരു ഒരു വ്യക്തിക്ക് ഒരു ആശയം ഉണ്ടെന്ന് വിചാരിക്കുക. ഏതെങ്കിലും ഒരു ആശയം. ഇപ്പൊ നമ്മള് ന്യൂസിൽ വായിച്ചിട്ടില്ലേ, ഒരാള് മറ്റേ കളക്ടറേറ്റിന്റെ മുമ്പിലോട്ട് ധർമ്മ നടത്തി, അല്ലെങ്കിൽ ഒറ്റയ്ക്ക് ഒരാൾ പോയിട്ട് മറ്റേ വെള്ളം കേരളത്തിൽ നമ്മുടെ നാട്ടിലെ പഞ്ചായത്തില് അല്ലെങ്കിൽ കോർപ്പറേഷൻ വെള്ളം വീട്ടിലേക്ക് വരാത്തതിന്റെ ഫലമായിട്ട് പുള്ളി സോപ്പും തോർത്തൊക്കെ എടുത്ത് പോയിട്ട് കളക്ടറേറ്റിന്റെ മുമ്പിലോട്ട് കുളിച്ചു. പിന്നെന്താണ്, കേസിന് വിധി വരാത്തത് കൊണ്ട് കോടതിയുടെ മുമ്പിൽ നിരാഹാര സമരം.
അങ്ങനെ നിങ്ങൾ ഒരുപാട് കേട്ടിട്ടുണ്ടായിരിക്കും അല്ലെ? എന്തിനാണ് ഇത് ചെയ്യുന്നത് അവര്? തന്റെ ഒരു ആശയം അല്ലെങ്കിൽ തന്റെ പ്രശ്നം, തന്റെ ഒരു കാര്യം ഈ ലോകത്തിനെ അറിയിക്കാൻ ഒരു മാർഗം എന്നുള്ള നിലയ്ക്ക്, ഇവർക്ക് ഒരു ടിവിയിൽ പരസ്യം കൊടുക്കാൻ പറ്റില്ലല്ലോ, ഒരു മാർഗം എന്ന നിലയ്ക്ക് അവരത് അവർക്ക് എങ്ങനെയാണോ സമൂഹത്തിന് ദോഷമില്ലാതെ, സമൂഹത്തിന് പ്രശ്നമില്ലാതെ, ആരെയും ബുദ്ധിമുട്ടിക്കാതെ, എന്നാൽ എല്ലാവരുടെ ശ്രദ്ധ ആകർഷിക്കുകയും വേണം. എല്ലാവരുടെ ശ്രദ്ധയും ആകർഷിക്കുന്ന രീതിയിൽ എങ്ങനെ ഒരു വിഷയം അവതരിപ്പിക്കാൻ കഴിയുമോ, അതാണ് ഇന്ന് ലോകത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. ശരിയല്ലേ? അപ്പൊ നിങ്ങൾ ഊഹിച്ചാൽ മതി, അതുപോലെ ഒരു സിസ്റ്റമാണ് ഈ മിത്രാസ് ക്ലബ്ബ്. ഈ ക്ലബ്ബ് എന്ന് പറയുന്നത് ഒരു വിഷയമുണ്ട്, അത് ലോകത്തിന് അവതരിപ്പിക്കാൻ എനിക്ക് പോയിട്ട് കളക്ടറിന്റെ മുമ്പിൽ ധർണയ്ക്ക് പറ്റില്ല. ശരിയല്ലേ? അല്ലെങ്കിൽ എനിക്ക് പോയിട്ട് വേറെ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാനോ ഇതുപോലത്തെ കാര്യങ്ങൾ ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പൊ നമുക്ക് എടുക്കാൻ പറ്റുന്ന റൂട്ട്, ഇങ്ങനെ ഒരു ക്ലബ്ബ് ആരംഭിച്ച് ആ ക്ലബ്ബിൽ ഒരുപാട് മെമ്പേഴ്സ് ഉണ്ടാക്കി, അതിലൂടെ ഒരുപാട്, ഇപ്പോ നിങ്ങൾ വിദേശത്തോ ഒരു കമ്പനിയിൽ ജോലി ചെയ്യുകയാണെങ്കിൽ തന്നെ, നിങ്ങൾ ഒരു കമ്പനിയിൽ ഇപ്പൊ ഒരു 100 സ്റ്റാഫ് ഉണ്ടെന്ന് വിചാരിക്കാം. 100 സ്റ്റാഫ് ഉണ്ടെങ്കിൽ നിങ്ങൾ ഒരു 10 ഗ്രൂപ്പ് ഉണ്ടെങ്കിൽ ആ 10 പേര് ഗ്രൂപ്പിൽ ചേർന്നിട്ട് നറുക്കെടുപ്പ് ചെയ്യില്ലേ? നറുക്കെടുപ്പ് പോലെ ചെയ്യാം. അല്ല, നിങ്ങളൊരു 10 പേര് ഗ്രൂപ്പ് ചേർന്നിട്ട് ഫുഡ് റെഡി ആക്കുന്നത്, നിങ്ങളൊരു 10 പേരോ 3 പേരോ 4 പേരോ ചേർന്നിട്ട് നിങ്ങൾ മാത്രം ഫുഡ് ഉണ്ടാക്കും. അതായത് ഒരു ഗ്രൂപ്പ് അല്ലെ? എവിടെ പോയാലും നമുക്കൊരു ഗ്രൂപ്പ് ഉണ്ടാകുമ്പോ ഒരുപാട് ടൈം, അറിവ്, നോളജ്, കഴിവ് എല്ലാം കൂടി ഒരുമിച്ച്, ചില ആൾക്ക് ബുദ്ധി ഉണ്ടാവും, ചില ആൾക്ക് ശക്തി ഉണ്ടായിരിക്കും, ചില ആൾക്ക് നല്ല നോളജ് ഉണ്ടാവും, ഓരോരുത്തരുടെ ബുദ്ധിയും ഓരോരോ രീതിയിൽ വർക്ക് ചെയ്യുന്നു. അങ്ങനെ നമ്മൾ അപ്ലൈ ചെയ്തിട്ടുള്ള സിസ്റ്റം പല രാജ്യങ്ങളിലും പല നാടുകളിലും നമ്മുടെ ജീവിതത്തിലും അപ്ലൈ ചെയ്തിട്ടുള്ള സിസ്റ്റമാണ് ഈ മിത്രാസ് ക്ലബ്ബ് എന്ന് പറഞ്ഞ ക്ലബ്ബ്. ഇതിൽ പുതിയതായിട്ടൊന്നുമില്ല. പക്ഷെ ഈ ക്ലബിലൂടെ ചെയ്യുന്ന കാര്യങ്ങളും ക്ലബിലൂടെ പറയുന്ന കാര്യങ്ങളും ക്ലബിലൂടെ നിങ്ങൾക്ക് കിട്ടുന്ന കാര്യങ്ങളും പുതിയതായിരിക്കും. അപ്പൊ ഈ ക്ലബിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത്, ഒരു ധർണ നടത്തുന്നത് പോലെ, ഒരു രാഷ്ട്രീയ പാർട്ടി ഒരു കൊടി പിടിക്കുന്നത് പോലെ, അല്ലെങ്കിൽ റോഡ് മുടക്കി അവർ സമരം ചെയ്യുന്നത് പോലെ ഒരു സമരമാണ് ഇത് എന്ന് കരുതിയാൽ മാത്രം മതി. എന്ത്? അറിവും തമ്മിലുള്ള സമരം. അറിവും നോളജും, അതായത് യഥാർത്ഥ നോളജ് ഈ ലോകത്ത് കിട്ടാതെ പോകുന്നു എന്നൊരു തോന്നൽ എനിക്കുണ്ടായി. അപ്പോൾ ഞാൻ യഥാർത്ഥ നോളജിലാണോ എന്ന് ചോദിച്ചാൽ ആണ് എന്ന് പറയാം, അല്ല എന്നും പറയാം. പക്ഷെ ഞാൻ എപ്പോഴും ഒരു അന്വേഷണവാദി എന്ന് പറയാറുള്ളത്. ഇതുപോലെ ഒരുപാട് അന്വേഷിച്ച് കണ്ടുപിടിച്ച പല തത്വങ്ങളും, ഇതുപോലെ അന്വേഷിച്ച് കണ്ടുപിടിച്ച സിദ്ധാന്തങ്ങളും, ഇതുപോലെ അന്വേഷിച്ച് കണ്ടുപിടിച്ച ഒരുപാട് നോളജുകളും ഈ ലോകത്തിന് ഇനിയും പിടികിട്ടിയിട്ട് ഇല്ല എന്ന് മനസ്സിലായി. അങ്ങനെ മനസ്സിലായ സമയത്ത് ഇതിനെങ്ങനെ കൊണ്ടുവരാം? നമുക്ക് 3 ഓപ്ഷനാണ് ഉള്ളത്. ഒരു കമ്പനി, ഒരു ക്ലബ്ബ്, ഒരു 10,000 പേര്. അപ്പോ എനിക്ക് 10,000 പേരെ കിട്ടാൻ 10,000 പേരെ കിട്ടാൻ എനിക്ക് പോയിട്ട് സമരം ചെയ്യാൻ പറ്റത്തില്ല. അല്ലെങ്കിൽ എന്റെ നോളജിന്റെ അറിവിനെ കരുതി ആ ഒരു മൈൻഡ് സെറ്റ്, എന്റെ ഫ്രീക്വൻസി എന്റെ മൈൻഡുമായിട്ട് ബന്ധപ്പെട്ട് ഈ നാടിന് എന്തെങ്കിലും ചെയ്യണമെന്നും നമുക്കും ഒരുപാട് വളരണമെന്നും പണം ഉണ്ടാക്കണമെന്നും നാടിനും സേവനം ചെയ്യണമെന്നും ആഗ്രഹിക്കുന്ന ഒരുപാട് പേരെ കണ്ടുപിടിക്കാൻ എനിക്ക് വേറെ വഴിയില്ലാത്തതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ഒരു ക്ലബിനെ രൂപീകരിച്ചത്. ഈ ക്ലബിന്റെ ഫണ്ട് ചെറിയൊരു എമൗണ്ട് മേടിച്ചത് ഇതിന്റെ വൈഫൈ ചാർജും, അതുപോലെ തന്നെ ഇതിന്റെ സൂം മീറ്റിംഗിന്റെ എടുക്കുന്ന സൂമിന് 10,000-60,000 വരുന്നുണ്ട്. അങ്ങനെ കുറെ ഒരു സ്റ്റാഫ് ഇതിനകത്ത് വേണം തിരിക്കാൻ, നിങ്ങൾ എല്ലാവർക്കും മറുപടി തരാനും ലിങ്ക് ചെയ്യാനും കുറെ കാര്യങ്ങൾ വേണ്ട. അപ്പൊ ആ സ്റ്റാഫിന്റെ ശമ്പളം എല്ലാം കൂട്ടിയിട്ട് ചെറിയൊരു എമൗണ്ട് ആണ്. അതുകൊണ്ടാണ് നിങ്ങൾക്ക് ചെറിയൊരു എമൗണ്ട് മേടിച്ചത്. ശരി. ഇതിലൂടെ അനുഭവങ്ങൾ, അതായത് ഒരുപാട് ഞാൻ സംസാരിക്കുമ്പോൾ എനിക്ക് എന്ത് വേണം സംസാരിക്കാം, നിങ്ങൾക്കറിയാം. മണിക്കൂറുകളോളം യൂട്യൂബ് ചാനലിൽ ഇരുന്നിട്ട് മണിക്കൂറുകളോളം സംസാരിക്കുന്ന ആളാണ് ഞാൻ. ഒരു വിഷയം എടുത്ത് സംസാരിക്കുക എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ച് ചെറിയൊരു കേസാണ്. പക്ഷെ ഞാൻ സംസാരിക്കുന്നതിനേക്കാളും നല്ലത് ഇവിടെ ഉള്ള ആളുകൾ, അതായത് ഇവിടെ ഈ ഫസ്റ്റ് ക്ലബിൽ ജോയിൻ ചെയ്ത ആളുകൾ, അതായത് ഫസ്റ്റ് ലെവൽ കോഴ്സ് 28 ദിവസത്തെ ഫസ്റ്റ് ലെവൽ കോഴ്സാണ് കഴിഞ്ഞത്. ആ ഫസ്റ്റ് ലെവൽ കോഴ്സ് കഴിഞ്ഞ ആളുകളുടെ 1-2 അഭിപ്രായം കേൾക്കുന്നത് നിങ്ങൾക്ക് നന്നായിരിക്കും. സോ ആരെങ്കിലും അങ്ങനെ എന്തെങ്കിലും അഭിപ്രായം പറയുകയാണെങ്കിൽ അത് ഇവിടെ ഉള്ള ആളുകൾക്ക് എല്ലാവർക്കും ഗുണകരമായിരിക്കും. അപ്പൊ നമ്മുടെ 28 ദിവസത്തെ പരിപാടിയിൽ പങ്കെടുത്ത് ഭയങ്കര കോൺഫിഡന്റ് നേടിയ ആരൊക്കെ ഉണ്ട് ജസ്റ്റ് ഒന്ന് ഹാൻഡ് റൈസ് ചെയ്ത് കഴിഞ്ഞാൽ അവരെ മൈക്ക് ഓൺ ആക്കിയിട്ട് അവർക്ക് ഒരു മിനിറ്റ് 2 മിനിറ്റ് 2 മിനിറ്റ് 2-3 പേരെ തെരഞ്ഞെടുക്കാം. ആരൊക്കെ ഉണ്ട്? ഒന്ന് ഹാൻഡ് റൈസ് ചെയ്യാനേ. അവിടെ നിങ്ങളുടെ അവിടെ ഓപ്ഷൻസ് കാണും. അപ്പൊ അതിൽ ഒന്ന് ജസ്റ്റ് ഹാൻഡ് റൈസ് ചെയ്താൽ മതി. അപ്പൊ നിങ്ങൾ നേരെ മേളിലേക്ക് വരും കേട്ടോ. 285 പേര് ഇപ്പൊ ജോയിൻ ചെയ്തിട്ടുണ്ട്. താങ്ക് യു ഫോർ ജോയിനിങ്.
അപ്പൊ അത്രയും പേരിൽ നമ്മുടെ ആദ്യത്തെ ബാച്ചിൽ ഉണ്ടായിരുന്നവര് ഒന്ന് മുരളിച്ചേട്ടാ, ഹാൻഡ് റൈസ് ചെയ്യാം. എന്താണ് മുരളിച്ചേട്ടൻ? ആരൊക്കെയുണ്ട്? എന്ത് പറ്റി? വിജയൻ ചേട്ടാ, ആരും പേര് വിളിക്കുന്നില്ല. ആ മൈക്ക് ആരും ഹാൻഡ് റൈസ് ചെയ്തത്? പ്രകീഷ് ചേട്ടന്റെ മൈക്ക് ഒന്ന് അഡ്മിറ്റ് ചെയ്തേ. സെറ്റ് ചെയ്തോ, ക്ലിക്ക് ചെയ്താൽ മതി. ഓക്കെ. നമസ്കാരം, എന്റെ പേര് പ്രഗീഷ്. ഞാൻ തിരുവനന്തപുരത്തുള്ളതാണ്. ഞാൻ പിന്നെ ക്ലബിലും ഉണ്ട്, അതുപോലെ ആസ്ട്രോളജി ക്ലാസ്സിലും ഉണ്ട്. ക്ലബിൽ എന്ന് പറഞ്ഞാൽ നമുക്ക് ഇതുവരെ ജീവിതത്തിൽ ഞാൻ കേട്ടില്ലാത്ത അറിവുകളാണ് എനിക്ക് കിട്ടിയത്. കാരണം എനിക്ക് അതുപോലെ തന്നെ ഒരുപാട് കാര്യങ്ങൾ അറിയണമെന്ന് ആഗ്രഹമുള്ള കൂടുതലായിരുന്നു. എങ്ങനെയും കിട്ടിയിട്ടില്ല ഈ ഒരു അറിവുകളൊന്നും. അങ്ങനെയുള്ള ഒരുപാട് അറിവുകൾ എനിക്ക് ഇതിനകത്ത് കിട്ടിയത്. പിന്നെ നാടിന് ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. ഇനിയുള്ള ജീവിതം മൊത്തം മിത്രൻജിയോടൊപ്പം തുടർന്ന് യാത്ര ചെയ്യണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. അങ്ങനെയുള്ള ഒരു ആഗ്രഹത്തോടു കൂടിയാണ് ഞാൻ അതിനകത്ത് വന്നേക്കുന്നത്. ഏറ്റവും ലാസ്റ്റ് ഘട്ടത്തിലാണ് ഞാൻ ഇങ്ങനെ പിന്നെ മിത്രൻജിയുടെ കൂടെ കൂടാൻ പറ്റിയത്. അതിന് ഞാൻ വളരെ താങ്ക്ഫുൾ ആണ്. ദൈവത്തോട് നന്ദി പറയുന്നു, മിത്രൻജിയോട് നന്ദി പറയുന്നു. ഇതുപോലെ അടിപൊളി പ്രോഗ്രാമാണ്. കാരണം എനിക്ക് ജീവിതത്തിൽ ഒരിക്കലും കിട്ടിയിട്ടില്ലാത്ത അറിവുകളാണ് കിട്ടിയത്. ഇത് വേറെ എങ്ങും കിട്ടുമെന്ന് എനിക്കൊരു പ്രതീക്ഷയും ഇല്ല. അത്രയ്ക്ക് നല്ല അറിവുകളാണ് കിട്ടിയതും ഇനി കിട്ടിക്കൊണ്ടിരിക്കുന്നതും ഇനി കിട്ടും എന്ന് പ്രതീക്ഷ നിർത്തുന്നു. താങ്ക് യു ചേട്ടാ. നമ്മൾ അടുത്ത സെക്കൻഡ് ലെവലിലേക്ക് നമ്മൾ കടക്കും. അപ്പൊ ഇതിനേക്കാളും വലുത് വേറെ കരുതി വെച്ചിട്ടുണ്ട് എന്നർത്ഥം. ഓക്കെ, ശരി. താങ്ക് യു പ്രകീഷ് ചേട്ടാ. താങ്ക് യു ഫോർ ദ ഫീഡ്ബാക്ക്. സീന ചേച്ചി അരുൺ കുമാർ ചേട്ടനായിരുന്നു പോയത്. അടുത്തത് സീന ചേച്ചിയാണ്. ഞാനൊന്ന് അൺമ്യൂട്ട് ചെയ്യാം കേട്ടോ. സീന ചേച്ചി, ഞാൻ അൺമ്യൂട്ടൻ റിക്വസ്റ്റ് അയച്ചിട്ടുണ്ട്. ഒന്ന് അൺമ്യൂട്ട് ചെയ്തിട്ട് സംസാരിച്ചോളൂ കേട്ടോ. റിക്വസ്റ്റ് കിട്ടിയോ സീന ചേച്ചി? കേൾക്കാൻ പറ്റുന്നുണ്ടോ? ഓക്കെ. രാഹുൽ അൺമ്യൂട്ട് ആണ്. എന്നാ സീന ചേച്ചിയിലേക്ക് വരാം കേട്ടോ. രാഹുൽ എന്ന് സംസാരിച്ചോളൂ. രാഹുൽ പി. മിത്രേട്ടന്റെ 2 ക്ലബിലുള്ളതാണ് ഞാൻ. ആസ്ട്രോയിലുണ്ട്, പിന്നെ മോർണിംഗ് ക്ലബിലുണ്ട്. അപ്പോ ആസ്ട്രോയിൽ എന്ന് പറഞ്ഞാൽ പ്യുവറായിട്ട് ആസ്ട്രോളജി ആളുടേതായിട്ടുള്ള കുറച്ച് ഇതുകളൊക്കെ അതിലെനിക്ക് ഒരുപാട് ചേഞ്ചസ് വന്നിട്ടുണ്ട്. പിന്നെ എനിക്ക് വലിയൊരു പ്രശ്നം ഉണ്ടായിരുന്നു. അത് ഒറ്റ ദിവസം കൊണ്ട് സോൾവ് ചെയ്ത ആളാണ് മിത്രേട്ടൻ. അത് എനിക്ക് അപ്പോയിന്റ്മെന്റ് കിട്ടിയിട്ടുള്ളത് നവംബറിലാണ്. പക്ഷെ ഞാനിങ്ങനെ ഒരു എമർജൻസി കാര്യം പറഞ്ഞപ്പോൾ പുള്ളി ഡ്രൈവിംഗ് ആന്ന് പറഞ്ഞു തന്നിട്ടും നമുക്ക് ഒറ്റ ദിവസം കൊണ്ട് എന്ന് പറഞ്ഞാല് എന്താണ് ആക്ച്വലി നമ്മുടെ പ്രശ്നം, ഇന്നത് ചെയ്താ ഇന്നത് ശരിയാവും, ഒരൊറ്റ പോയിന്റിൽ നമുക്ക് തീർക്കാൻ പറ്റി. അത് ആസ്ട്രോളജി പരമായിട്ട് ഞാൻ പറയണത്. പിന്നെ അത് കൂടാണ്ട് ഇപ്പൊ മോർണിംഗ് ക്ലബില് നമുക്ക് കുറച്ച് മാറ്റങ്ങളൊക്കെ വരുത്താനുണ്ടാവും. അതായത് എന്താ പറയാ, നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ചിലപ്പോൾ നടക്കാണ്ട് വരിക, അല്ലെങ്കിൽ നമ്മുടെ ഉള്ളിലേക്ക് നമുക്ക് നോക്കാനായിട്ടുള്ള ഒരു ഓപ്പർച്യൂണിറ്റിയാണ് ഈ പറയുന്ന മിത്രാസ് ക്ലബ്ബ്. അതായത് പല കാര്യങ്ങളും എങ്ങനെ സംഭവിക്കുന്നു, എങ്ങനെയൊക്കെയാണ് അത് വർക്കൗട്ട് ആവുന്നത്, അതൊക്കെ നമുക്ക് കൃത്യമായിട്ട് ഈ മോർണിംഗ് ക്ലബിൽ ചെയ്ത് കഴിഞ്ഞാൽ മനസ്സിലാവും. നമ്മുടെ ഉള്ളിലേക്ക് നമുക്ക് കുറച്ച് കാര്യങ്ങൾ നമുക്ക് ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റും, നമുക്ക് ഇങ്ങനെയൊക്കെ കഴിവുണ്ട് എന്നുള്ളത് ഈ ഒരു ക്ലബിൽ ജോയിൻ ചെയ്തതിനു ശേഷം, അതായത് ഈ 2 ക്ലബിൽ ജോയിൻ ചെയ്തതിനു ശേഷം ഒരുപാട് ജീവിതത്തിൽ മാറ്റങ്ങൾ വന്നൊരു വ്യക്തിയാണ് ഞാൻ. എൻ്റെ കുറെ കുറവുകളും കാര്യങ്ങളൊക്കെ എനിക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കി അത് മാറ്റം വരുത്താനായിട്ട് മിത്രേട്ടനിലൂടെ വളരെയധികം സാധിച്ചിട്ടുണ്ട്. ഫസ്റ്റ് എനിക്ക് താങ്ക്സ് ഉണ്ട് മിത്രേട്ടൻ എന്തായാലും. പിന്നെ രണ്ടാമത്തെ ഒരൊറ്റ കാര്യം കൂടിയും ഉള്ളതെന്ന് വെച്ചാല് നമ്മളിപ്പോ ഇതാണ് 2ാമത്തെ എപ്പോ തുടങ്ങും, അതിന്റെ അപ്ഗ്രേഡഡ് വെർഷൻ, അതിനായിട്ടുള്ള കട്ട വെയിറ്റിംഗിലാണ്. ഓക്കെ, താങ്ക് യു വെരി മച്ച്. ഓക്കെ, സിനി ചേച്ചി, ഞാൻ ഒന്നും കൂടി അൺമ്യൂട്ട് ചെയ്യാണ്. ചേച്ചി ഒന്ന് സംസാരിക്കണേ. റിക്വസ്റ്റ് അയച്ചിട്ടുണ്ട്, ഒന്ന് അൺമ്യൂട്ട് ചെയ്യാവോ? അരുൺകുമാർ ചേട്ടനാ സംസാരിച്ചോളൂ. സീനി ചേച്ചി. നമസ്കാരം, ഞാൻ കുമാർ ട്രിവാൻഡ്രം. ഞാൻ കഴിഞ്ഞ 3 വർഷമായിട്ട് മിത്രഭായിയുടെ യൂട്യൂബ് വീഡിയോ ഫോളോ അപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്ന വ്യക്തിയാണ്. അത് കഴിഞ്ഞ ശേഷം എന്റെ ജാതകം ഡീകോർഡിനേഷൻ ചെയ്തു തന്നു. ഒരുപാട് ജ്യോതിഷന്മാരെ കണ്ടിട്ടുള്ള വ്യക്തിയാണ് ഞാൻ. എനിക്ക് അത്രയും എന്താ പറയാ, ഞാൻ ജ്യോതിഷത്തിലോട്ട് നേരത്തെ തന്നെ എനിക്കൊരു ചെറിയൊരു താല്പര്യം നേരത്തെ ഉണ്ടായിരുന്നു. അതുമൂലം ഞാൻ മിത്രഭായി ജ്യോതിഷം ഡീകോഡ് ചെയ്ത് തന്ന സമയത്തിന് എനിക്ക് ഒത്തിരി കാര്യങ്ങൾ അതിൽ കൂടെ മനസ്സിലാക്കാൻ പറ്റി. അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ മിത്ര ക്ലബിൽ ജോയിൻ ചെയ്തു. അത് കഴിഞ്ഞ് ജ്യോതിഷ ഇതിൽ ഞാൻ ജോയിൻ ചെയ്തു. ഇപ്പം 2 ക്ലാസ് ഞാൻ അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഒരുപാട്
ഒരുപാട് മാറ്റങ്ങൾ എൻ്റെ ലൈഫിനെ എനിക്ക് ഉണ്ടാക്കാൻ പറ്റി. ഒരുപാട് കാര്യങ്ങൾ പഠിക്കുവാൻ പറ്റി. ഇനിയും പഠിച്ചുകൊണ്ടിരിക്കണം. ഒരുപാട് ഇപ്പോഴും മിത്രൻ ഭായിയുടെ വീഡിയോസ് ഇപ്പോഴും ഞാൻ കണ്ട വീഡിയോസ് വീണ്ടും വീണ്ടും കണ്ട് ഞാൻ അതിലോട്ട് എന്താ പറയാ കൂടുതലായിട്ട് പഠിക്കാനുള്ള ഒരു സബ്ജക്ട് തന്നെയാണ് മിത്രൻ ഭായി ഓരോ വീഡിയോയിലും ചെയ്തു വെക്കുന്നത്. അതുകൊണ്ട് എന്താ പറയാ നമുക്ക് ഇനിയും ഒട്ടനവധി അറിവുകൾ മിത്രൻ ഭായി മൂലം നമുക്ക് ഉണ്ടാവട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അല്ല പ്രത്യേക നന്ദി ഞാൻ അറിയിക്കുന്നു. താങ്ക് യു. താങ്ക് യു അരുൺകുമാർ. വാസന്തി ചേച്ചി ഉണ്ടല്ലോ, വേറെ ആരുള്ള? സീന ചേച്ചി ഇല്ല. സീന ചേച്ചി എന്നിട്ട് അൺമ്യൂട്ട് ആണ് കേട്ടോ എന്റെ. അങ്ങോട്ടാണല്ലോ. എനിക്കും പറയാനുള്ളത് എനിക്കും ഒരുപാട് അറിവ്, ഞാൻ ചിന്തിക്കാത്ത, ആലോചിക്കാൻ പോലും പറ്റാത്ത ഒരുപാട് അറിവ് കിട്ടി. അത് തന്നെയാണ് ഏറ്റവും വലുതും. ഞാനിപ്പോ ഇത് ആസ്ട്രോളജി ക്ലാസ്സിലും ജോയിൻ ചെയ്തിട്ടുണ്ട്. മിത്ര ക്ലബിലും അംഗമാണ്. ഇനിയും എനിക്ക് മിത്രാജിയുടെ കൂടെ നാടിന്റെ ഉപകാരമുള്ള എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ കൂടെ കൂടണമെന്നുണ്ട്. ഞാൻ ചിന്തിക്കാൻ പറ്റാത്ത അറിവുകളാണ് അവിടെ നിന്ന് കിട്ടുന്നത്. അതൊരു വലിയ മുതൽക്കൂട്ടായിട്ട് ഞാൻ കാണുന്നു. എല്ലാരും ഇതിലേക്ക് എത്തണമെന്നും ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. നമ്മുടെ ആൾക്കാർക്കൊന്നും ഇങ്ങനെയുള്ള അറിവൊന്നും ആർക്കും പറഞ്ഞു തരാൻ ആർക്കും അറിയില്ല. കാരണം നമ്മളൊരു ചട്ടക്കൂടിലല്ലേ വളർന്നിട്ടുള്ളത്. അവിടുന്ന് പൊട്ടിച്ച് പുറത്തു വരാനൊരു നല്ല ധൈര്യം കിട്ടുന്നുണ്ട്. ഏതാണ് ശരി ഏത് തെറ്റേതെന്നൊന്നും അറിയില്ലെങ്കിലും ഇതെനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ട ഒരു കാര്യമാണ്. എന്നെ വളരെ എന്താ പറയാ ഉയർത്തുന്നുണ്ട്. മാനസികമായി എനിക്ക് മാനസികമായും ബുദ്ധിപരമായും ബോധപരമായും ഒക്കെ ഭയങ്കര ഒരു ഉയർച്ച കിട്ടിയെന്ന് പറയാം. അതിനെനിക്ക് മിത്രാൻജിയോട് ഭയങ്കര നന്ദിയുണ്ട്. ആ ഒരു ക്രൂവിനോടും ഭയങ്കര നന്ദിയുണ്ട്. ഓക്കെ, താങ്ക് യു. താങ്ക് യു ചേച്ചി. താങ്ക് യു. ഓക്കെ, നെക്സ്റ്റ് ആരാ? വാസന്തി ചേച്ചി. വാസന്തി ചേച്ചി സംസാരിച്ചോളൂ. അങ്ങോട്ടാണ്. എല്ലാവർക്കും നമസ്കാരം. പിന്നെ ഇങ്ങനൊരു പ്ലാറ്റ്ഫോമിലേക്ക്, അതായത് ഒരു മിത്രാസ് ക്ലബിലേക്കാണെങ്കിലും ആസ്ട്രോ ക്ലാസ്സിലേക്കാണെങ്കിലും വരാൻ സാധിച്ചതിൽ ഒരുപാട് നന്ദിയുണ്ട്. ഈ മിത്രാസ് ക്ലബിന്റെ ഓരോ ദിവസത്തെ ക്ലാസ്സും ഓരോ ദിവസത്തെ അറിവും വളരെ വ്യത്യസ്തമായ രീതിയിലുള്ള അറിവുകളാണ്. നമുക്ക് ഇമാജിൻ ചെയ്യാൻ പറ്റുന്ന രീതിയിലല്ല, അതിലപ്പുറമായിരുന്നു. അപ്പൊ ഓരോ ദിവസം നമുക്ക് കിട്ടുന്ന അറിവുകളും നമ്മളിലേക്ക് വരുന്ന റീതിങ്കിങ് ഒക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അമേസിംഗ് ആണ്. നമുക്ക് ഒരുപാട് മാറ്റങ്ങൾ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ വരുത്താനും അതുപോലെ നമുക്ക് കിട്ടുന്ന അറിവുകൾ നമുക്ക് ഷെയർ ചെയ്യാനും ഒരുപാട് പേര് അതിൽ ആക്റ്റീവായി കൊണ്ടുവരാനുള്ള ഒരു മനസ്സും എനിക്ക് ഉണ്ടായിട്ടുണ്ട്. അപ്പം എന്താ പറയാ, പിന്നെ കിട്ടുന്ന അറിവുകൾ എന്ന് പറഞ്ഞാൽ കേൾക്കാത്ത അറിവുകൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് നമ്മളെ ജീവിതത്തിൽ ഉയർച്ചയ്ക്ക് വേണ്ടിയിട്ട്, അതായത് വേറൊരു തത്വശാസ്ത്രത്തിലേക്ക് നമുക്ക് മിത്രൻ കുഞ്ഞ് നമ്മളെ എത്തിച്ചിട്ടുണ്ട്. പിന്നെ എന്താ പറയാ, പിന്നെ എങ്ങനെയാണ് നമ്മൾ ഇതുവരെ പഠിച്ച പാഠങ്ങളല്ല, അറിവുകളല്ല, വ്യത്യസ്തമായ രീതിയിൽ മിത്രൻ കുഞ്ഞിന് കിട്ടിയ അനുഭവങ്ങളിലൂടെ, പഠിച്ച സിദ്ധികളിലൂടെ ഒക്കെ കിട്ടിയ അറിവ് നമുക്ക് ഷെയർ ചെയ്ത് തരികയും ആ ഷെയർ എത്രത്തോളം വലുതാണെന്നും അതിന്റെ ഇമ്പോർട്ടൻസ് എന്താണെന്നും മനസ്സിലാക്കാൻ പറ്റി. അപ്പൊ ഇതിലൂടെ പോവുകയാണെങ്കിൽ എന്താ പറയാ, ഒരു ജനറേഷനെ വാർത്തെടുക്കാൻ, നല്ലൊരു ജനറേഷനെ വാർത്തെടുക്കാൻ പറ്റും എന്നുള്ളതിന് നിസ്സംശയം പറയാൻ പറ്റും. താങ്ക് യു. ഓക്കെ, താങ്ക് യു വെരി മച്ച് വാസന്തി ചേച്ചി. താങ്ക് യു. ഓക്കെ, നമ്മൾ ഇനിയും ഒരുപാട് പേർക്ക് ചേച്ചിക്ക് ഇതുപോലെ തന്നെ പറഞ്ഞു കൊടുക്കാൻ പറ്റട്ടെ. നമ്മൾ തേർഡ് ബാച്ചിന്റെ അഡ്മിഷൻസ് കൂടി സ്റ്റാർട്ടഡ് ആണ്. സെക്കൻഡ് ബാച്ച് നമ്മൾ ക്ലോസ് ചെയ്യുന്നേ ഉള്ളൂ. അപ്പൊ അതിലേക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ നമ്മൾ ഇപ്പോൾ ലിങ്ക് ഈ വാട്സപ്പിന്റെ സൂം മീറ്റിംഗിന്റെ ഇതിൽ ചാർട്സിൽ അവൈലബിൾ ആയിരിക്കും. അപ്പൊ അതിലേക്ക് ജോയിൻ ചെയ്യാം. നിങ്ങൾക്ക് അത് കോപ്പി ചെയ്തിട്ട് നിങ്ങളുടെ സുഹൃത്തുക്കൾക്കോ ബന്ധുക്കൾക്കോ ആർക്കെങ്കിലും അയച്ചു കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെയും ഷെയർ ചെയ്യാം കേട്ടോ. അത് ലാൻഡിംഗ് ഗ്രൂപ്പിലോട്ട് ജോയിൻ ചെയ്താൽ മതി. താങ്ക് യു വെരി മച്ച്. താങ്ക് യു. ഓക്കെ, ഒരാൾ കൂടി നമ്മുടെ ശശികുമാർ ചേട്ടനോടും അവസരം നമ്മുടെ ശശികുമാർ ചേട്ടാ ഒന്ന് അൺമ്യൂട്ട് ചെയ്ത് സംസാരിച്ചോളൂ. അത് ലൈവ് സ്റ്റാർട്ട് ചെയ്യണമാണ്. നമുക്ക് ഇവര് സംസാരിക്കട്ടെ. എനിക്ക് ലൈവിലും പോകാനുണ്ട് യൂട്യൂബ്. എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് ശശികുമാർ, തിരുവനന്തപുരത്ത് നിന്നാണ്. ഞാൻ ഈ കഴിഞ്ഞ മിത്രാസ് ക്ലബിന്റെ 1ാം ബാച്ചിലും ആസ്ട്രോളജി ക്ലാസ്സിലുള്ള ആളാണ്. ഞാനൊരു സീനിയർ സിറ്റിസൺ കൂടിയാണ്. മിത്രാസ് ക്ലബിനെ കുറിച്ച് പറഞ്ഞാൽ നമുക്ക് ധാരാളം പരമ്പരാഗതമായ അറിവുകളുണ്ട്. അതിൽ നിന്ന് വ്യത്യസ്തമായി അതിൻ്റെ പതിരും
നല്ലതും തിരിച്ചറിയാൻ കഴിയുന്ന രീതിയിൽ പ്ലാൻ ചെയ്ത് നമുക്ക് മനസ്സിലാക്കി തരും, പല കാര്യങ്ങളെ കുറിച്ച് മനസ്സിലാക്കി തരുന്നുണ്ട് ഈ ക്ലബിൽ കൂടി. മിത്രാനജൻ സാറ് ഇതിനെക്കുറിച്ച് ഒരു പുതിയ കൺസെപ്റ്റ് ആണ് നമുക്ക് കൊണ്ടുവന്നിരിക്കുന്നത്. ഇത് നമ്മുടെ ജീവിതത്തിൽ വളരെയേറെ പ്രയോജനം ചെയ്യുന്ന ഉറപ്പാണ്. ജീവിതത്തിൽ വളരെ നല്ല മാറ്റങ്ങൾ വരുത്താൻ ഓരോരുത്തരെയും പ്രാപ്തരാക്കും എന്ന് കൂടി ഞാൻ ഇവിടെ പറയുന്നു. താങ്ക് യു. താങ്ക് യു. എല്ലാവരും എടുക്കാൻ പറ്റില്ല, നമുക്ക് സമയമില്ലാത്തതുകൊണ്ടാണ് കേട്ടോ. സോ ഫസ്റ്റ് ബാച്ചിലുള്ള ആൾക്ക് സെക്കൻഡ് ലെവൽ കോഴ്സിലേക്ക് വരുന്നുണ്ട്. അത് തികച്ചും ഫ്രീ ആണ്. വീക്കിലി 1 ടൈം അല്ലെങ്കിൽ മാസത്തിൽ 2-3 ദിവസമായിട്ട് നമുക്കത് പ്ലാൻ ചെയ്ത് അറിയിക്കുന്നുണ്ട്. സോ അതൊരു വേറെ ലെവലിലേക്ക് നിങ്ങൾ എടുത്തുകൊണ്ട് പോകും. ഇതെല്ലാം ഇതിനപ്പുറത്ത് ഒരു കാര്യങ്ങൾ കൂടി ഉണ്ട്. ശരി, ഇതല്ലാതെ നമ്മൾ ഞാൻ പറയുന്ന കാര്യം ശ്രദ്ധിച്ച് കേൾക്കുക. മാർച്ച് 10 മാർച്ച് 10 നമ്മൾ ഡിക്ലെയർ ചെയ്ത സമയം മാർച്ച് 10. സോ മാർച്ച് 10 നമ്മൾ ഇത് കാലത്ത് 6 മണിക്ക് നമ്മൾ ആരംഭിക്കും. ഞാൻ നിങ്ങളോട് പറയുന്നത്, നിങ്ങൾക്ക് തിരക്ക്, ബിസി, ഒരുപാട് കാര്യങ്ങളുണ്ടാവും. നിങ്ങൾ ജോലിയിലായിരിക്കാം, വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കായിരിക്കാം, ചിലപ്പോ ചേച്ചിമാര് ഭക്ഷണം കട്ട് ചെയ്ത് പച്ചക്കറി കട്ട് ചെയ്തിട്ടിരിക്കുമ്പോഴും ബ്ലൂടൂത്ത് ഹെഡ്സെറ്റോ അല്ലെങ്കിൽ ഫോൺ വെച്ചിട്ടൊക്കെയാണ് നമ്മൾ ഈ മോർണിംഗ് പരിപാടി കേൾക്കുന്നത്. അത്രയും ഡെഡിക്കേറ്റഡ് ആണ്. ഓരോ ക്ലാസ് കഴിയുമ്പോഴും അവർ ഇതിനി ലൈവായിട്ട് കേട്ടാൻ പറ്റുന്ന കരുതിട്ട് റെക്കോർഡിങ്സ് നിങ്ങൾക്ക് ഗ്രൂപ്പിൽ വരും. പക്ഷെ ഇത് വിദേശത്ത് മുംബൈയിലും പല ആളുകളും ഈ സമയം ഇന്ത്യൻ സമയം 6 മണി കാലത്തുണ്ടെങ്കിൽ അവരൊക്കെ റെഡിയാണ്. അത് പച്ചക്കറി കട്ടയുണ്ടായിരിക്കും, കുട്ടീനെ ഓർക്കുണ്ടായിരിക്കും, ചിലപ്പോ കുട്ടീനെ സ്കൂളിൽ വിടാൻ നിൽക്കുന്നുണ്ടായിരിക്കും. എല്ലാത്തിനും ഇടയിലും ഈ ക്ലാസ് കേട്ടുകൊണ്ടിരിക്കുന്നത് ഞാൻ അത് കണ്ടപ്പോൾ എനിക്ക് സന്തോഷം തോന്നി. അത് നിങ്ങളോട് പറയാനുള്ള കാര്യം, എന്തുകൊണ്ടാണ് അവരത് കേൾക്കുന്നത്, ലൈവ് കേൾക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ലൈഫിലെ വളരെ വലിയൊരു മാറ്റത്തിന് ഖത്തറിന് വെളുപ്പിന് 3:30 അതായത് ഇവിടെ ടൈപ്പ് കണ്ടോ, ഖത്തറിൽ 3:30 വെളുപ്പിനാണ് നമ്മൾ 6 മണി, ഇവിടുത്തെ 6 മണി. അപ്പൊ അവർ ആ സമയത്ത് ഇരുന്ന് കാണാണ്. 1:30 AM അവിടെ കൃഷ്ണകുമാരേടം പറഞ്ഞത്. അപ്പൊ ഓരോ രാജ്യത്തുള്ള ആളുകളും ഇന്ത്യൻ സമയം, യൂറോപ്പിലും അമേരിക്കയിലുള്ള ആളുകള് ഇന്ത്യൻ സമയം 6 മണി സമയത്ത് കറക്റ്റ് എഴുന്നേറ്റിരിക്കുകയാണ്. അവര് ചിലപ്പോൾ ഉറക്കത്തിലായിരിക്കാം, ഉറക്കൊക്കെ മാറ്റിയിട്ട് എഴുന്നേറ്റിരിക്കുകയാണ്. എന്തിന് എന്ന് പറയാം, അതിന്റെ റിസൾട്ട് ഉള്ളതുകൊണ്ടാണ്. സോ നിങ്ങളോട് പറയുന്നത്, കറക്റ്റ് നമ്മുടെ ലൈവിൽ തന്നെ പങ്കെടുക്കാൻ ശ്രമിക്കുക 6 മണി സമയം. കാരണം അതാണ് നിങ്ങളുടെ ബ്രെയിൻ വർക്ക് ചെയ്യുന്ന ഷാർപ്പ് ടൈം. ആ ടൈമിൽ തന്നെ നിങ്ങൾ ഇത് കേട്ട് കഴിഞ്ഞാൽ നിങ്ങളുടെ ലൈഫിൽ വളരെ വലിയ മാറ്റത്തിന് വിധേയമാവും അത്. അപ്പൊ 90% പേർക്കും എങ്ങനെയായാലും 6 മണിക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റും. ബാക്കി 10% ആളുകൾ എങ്ങനെ പോലും ഉണ്ടാവില്ല. കാരണം അവർക്ക് അതിനും വലിയ കാര്യങ്ങൾ വേറെ ഉണ്ടായിരിക്കാം. ചിലപ്പോൾ അവർ പെട്ടുപോയിട്ടുണ്ടാവാം പല സ്ഥലങ്ങളിലും. അതിന് റിക്കവർ ചെയ്യാനൊക്കെ ഉള്ള വഴികളും നമ്മൾ പറഞ്ഞു തരുന്നുണ്ടായിരിക്കും. ഓക്കെ, എനിക്ക് 8 മണിക്ക് ലൈവ് സ്റ്റാർട്ട് ചെയ്യാനുള്ളതാണ്. ബാക്കിയുള്ള കാര്യങ്ങളും ബാബിനും അനുവും കാര്യങ്ങളും നിങ്ങളോട് അവസാനത്തെ കാര്യങ്ങൾ സംസാരിച്ച് തരുന്നതായിരിക്കും. ഇപ്പോ ടൈം നമുക്കൊരു മെഡിറ്റേഷൻ ചെറിയൊരു പരിപാടി ചെയ്യാൻ സമയം ഇപ്പൊ 56 8 മണിക്ക് ലൈവ് സ്റ്റാർട്ട് ചെയ്യേണ്ടതാണ്. അപ്പോ സെക്കൻഡ് ഓക്കെ. അത് മാത്രമല്ല, നിങ്ങൾ അതായത് ഫസ്റ്റ് ക്ലബിൽ ജോയിൻ ചെയ്തിട്ടുള്ള ആളുകള് അതില് നിങ്ങൾ 2 പേര്, നിങ്ങളുടെ ആത്മാർത്ഥ സുഹൃത്ത് വേണമെന്നൊന്നുമില്ല കേട്ടോ, ആത്മാർത്ഥ സുഹൃത്ത് വേണമെന്നൊന്നുമില്ല. നിങ്ങൾ 2 പേർ ഇൻ ഫ്യൂച്ചറിൽ അവരെ നമുക്ക് ആവശ്യമുണ്ട് എന്ന് പറയുന്ന 2 പേരുണ്ടല്ലോ, ഒരു 2 പേരെ കൊണ്ടുവരാൻ ശ്രമിക്കുക. ഒരു 10 പേരൊക്കെ നമ്മൾ പറയുന്നത്. കാരണം എന്താ അറിയോ, കളക്റ്റീവ് ബ്രെയിൻ വർക്ക് ചെയ്യാൻ അതും ഉപകാരപ്പെടും നിങ്ങൾക്ക്. അത് കളക്റ്റീവ് ബ്രെയിൻ വർക്ക് ചെയ്യാൻ വേണ്ടി ഉപകാരം. അപ്പൊ 2 പേരെ കൊണ്ടുവരാം. കാരണം 10-ാം തീയതിയാണ് ഓപ്പണിങ്. അപ്പൊ 10-ാം തീയതിക്ക് മുൻപായിട്ട് അവർക്ക് ഈ ലിങ്ക് കൂടി അയച്ചു കൊടുക്കുക. ഇപ്പൊ ഈ വീഡിയോ ഉണ്ടല്ലോ, ഇത് റെക്കോർഡിംഗ് ആണല്ലോ, ഈ വീഡിയോ നിങ്ങളുടെ 2 ഫ്രണ്ട്സിന് അയച്ചു കൊടുക്കുക. എന്നിട്ട് പറയാം, ഇങ്ങനെ ഒരു പരിപാടി ഉണ്ട്, ഇങ്ങനെ ഒരു പരിപാടി ഉണ്ട്, ചേച്ചിമാരെ ഇങ്ങനെ ഒരു പരിപാടി ഉണ്ട്, ചേട്ടന്മാരെ ഇങ്ങനെ ഒരു പരിപാടി ഉണ്ട്, ഇതൊന്നും ജോയിൻ ചെയ്തുകൊണ്ട് ഈ വീഡിയോ അയച്ചു കൊടുത്താൽ മാത്രം മതി. വേറെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഇത് അയച്ചു കൊടുത്താൽ മാത്രം മതി, അത്ര ചെയ്യണ്ടു. അപ്പൊ മിനിമം 1 ക്ലബിലുള്ള 2 പേരെ കൊണ്ടുവരാൻ ശ്രമിക്കുക. അത് മാത്രമല്ല, നിങ്ങളിപ്പോ കേട്ടുകൊണ്ടിരിക്കുന്ന ആളുകൾ ഇതിലെന്തോ ഉണ്ടെന്ന് മനസ്സിലായല്ലോ. ഇപ്പൊ പുതിയ ആളുകൾക്ക് എന്നെ അറിയില്ല, ഇവിടെ എന്തോ ഉണ്ടെന്ന് മനസ്സിലായില്ലേ. അതുകൊണ്ട് നിങ്ങളും എന്ത് ചെയ്യുക, കൂടുതൽ ആളെ ഇൻവൈറ്റ് ചെയ്യാൻ ശ്രമിക്കുക. ഓരോ ജില്ലകളും, അതായത് നിങ്ങൾ ഇതിൽ നിന്ന് സെലക്ട് ചെയ്യുന്ന ഓരോരോ ആളുകളെ ഓരോ ജില്ലകളിലേക്ക് നമ്മൾ കോർഡിനേറ്റ് ചെയ്യും. ഓരോരോ ജില്ലകളിലും നിങ്ങൾ ഇതിന്റെ ടീം, അതായത് ഞാൻ പറഞ്ഞില്ലേ, നമുക്കൊരു സമരം ചെയ്യാനുണ്ട്, സമരമാണ് ഇവിടെ. അപ്പൊ ആ സമരത്തില് നമ്മൾ വിജയിക്കുകയാണെങ്കിൽ ഓരോ ജില്ലകളിലും നമ്മുടെ ഗ്രൂപ്പ് ഓഫ് ആളുകളുണ്ടാവും. നിങ്ങളിൽ നിന്ന് ഓരോ ജില്ലകളിലും തെരഞ്ഞെടുക്കുന്ന അർത്ഥം ഇതിന്റെ ടീം ലീഡേഴ്സ് ആയിട്ട്. അങ്ങനെ ഓരോ ജില്ലകളിലും നമ്മൾ സ്റ്റേജ് പ്രോഗ്രാം വരെ ചെയ്യാൻ പ്ലാൻ ഉണ്ട്. അപ്പൊ അതിന് എനിക്ക് സഹായമാവാൻ നിങ്ങളെ മാത്രമല്ല പറ്റുള്ളൂ. അതുപോലെ വലിയ വലിയ പ്രോഗ്രാമുകൾ, വലിയ വലിയ സ്റ്റേജ് പരിപാടികൾ, വലിയ വലിയ ഷോകൾ, അതായത് വലിയ വലിയ ഷോ എന്ന് പറയാൻ മനസ്സിലായി, ആ ഷോ അല്ല, ഡാൻസ് പരിപാടി അല്ല, നമ്മുടെ വലിയ വലിയ പ്രോഗ്രാംസ് ചെയ്യുമ്പോൾ നിങ്ങളെ ഓരോരുത്തരെയും ഓരോ ജില്ലയിൽ നിന്നും അതിന്റെ കോർഡിനേറ്റർ ആയിട്ട് തെരഞ്ഞെടുക്കേണ്ടി വരും. കാര്യം മനസ്സിലായോ? അതുകൊണ്ടാണ് നിങ്ങളൊരു ടീം, നിങ്ങൾ മുഖാന്തരം ഒരു ടീം, നിങ്ങൾ മൂലം നിങ്ങളുടെ നാട് അറിയപ്പെടണം എന്നാണ് ഞാൻ വാട്സാപ്പിൽ എഴുതി ചെയ്യുന്നത്. നിങ്ങൾ മൂലം നിങ്ങളുടെ നാട് അറിയപ്പെടണം.
നിങ്ങളുടെ നാട് നിങ്ങളുടെ പേരിലാണ് അറിയപ്പെടുന്നത്. ഇപ്പൊ മുതുകാട് അല്ലെ. അപ്പൊ ഓരോ നാട്ടുകാരെ അറിയപ്പെടുന്നില്ലേ, ഓരോ സിനിമ നടന്മാര്. ഒരു സിനിമ നടന്മാരകത്തല്ലേ കൊല്ലം തുളസി, കൊല്ലത്തിന്റെ അല്ലെ. അങ്ങനെ ഓരോരുത്തരും ഓരോ സിനിമ നടന്മാർക്കും എന്തുണ്ട് നാട്. അപ്പൊ അതേപോലെ നിങ്ങൾ മൂലം നിങ്ങളുടെ നാടും അറിയപ്പെടും. അങ്ങനെ ഒരു 45 മിനിറ്റ് ആണ് പ്രോഗ്രാം അവതരിപ്പിക്കുക. തീർച്ചയായിട്ടും എനിക്ക് മനസ്സിലായില്ല. ഫ്രീ ആയിട്ട് ജോയിൻ ചെയ്യണം. ഫ്രീ ആയിട്ട് ജോയിൻ ചെയ്യുന്ന ആളുകളുണ്ടെങ്കിൽ, ആരെങ്കിലും സ്പോൺസർ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ, ഇപ്പോ പൈസ ഇല്ലാത്ത ആളുകളെ സ്പോൺസർ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ, ഇപ്പൊ ഒരു 5 പേരെ, ഇപ്പൊ കഴിഞ്ഞ ക്ലബ്ബിൽ അങ്ങനെ ഒരാൾ 10 പേരെ സ്പോൺസർ ചെയ്തിരുന്നു. ഞാൻ പൈസ ഇറക്കാം, 10 പേരെ സ്പോൺസർ. അങ്ങനെ സ്പോൺസേഴ്സ് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിലും അവർക്കും ഇതിൽ പങ്കെടുക്കാൻ പറ്റും. ഡേ 1 അത് മാത്രം. ഡേ 1 ഫ്രീ ആയിട്ട് തരാം, അതാണ് ഉദ്ദേശിച്ചത് അല്ലെ. ഫസ്റ്റ് ഡേ ക്ലാസ്, ആദ്യത്തെ ദിവസത്തെ ക്ലാസ് തന്നെ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് തരാൻ വേണമെങ്കിൽ അതിന് പൈസ ഒന്നും വേണ്ട. കാരണം അത് നിങ്ങൾ താല്പര്യം നിങ്ങളുടെ കൂട്ടുകാരന്മാരോട് പറയാം ഫസ്റ്റ് ഡേ ക്ലാസ് ഫ്രീ ആണ്, അത് അയച്ചു കൊടുക്കാം. മാർക്ക് വേണം, അത് പബ്ലിക് ആക്കുകയും ചെയ്യാം നമുക്ക് യൂട്യൂബില്. അപ്പൊ അത് നിങ്ങൾ അയച്ചു കൊടുക്കാമല്ലോ. അങ്ങനെ പിന്നെ മാർച്ച് 11 മുതൽ, അതായത് മാർച്ച് 14 മുതൽ വരുന്ന ആളുകൾ പൈസ അടച്ച ആളുകൾ മാത്രമാണ് നമ്മൾ ഇതിലേക്ക് ഇൻവൈറ്റ് ചെയ്യിക്കുക. ക്ലിയർ ആയോ? സോ എനിക്ക് ലൈവ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയമായി. ബാക്കി കാര്യങ്ങളെല്ലാതും അനൂപും. എനിക്കൊരു മെഡിറ്റേഷൻ ചെറിയ നിങ്ങൾക്കൊരു മൈൻഡ് ട്രിക്ക് ഇപ്പൊ തന്നെ തരണമെന്നുണ്ടായിരുന്നു. 5 മിനിറ്റ് കൊണ്ട് 5 മിനിറ്റ് കൊണ്ട് ഒരു മൈൻഡ് ട്രിക്ക്. നിങ്ങൾ ഇതുവരെ ചെയ്തൊരു ടൈമില്ല, പക്ഷെ ലൈവ് പോണേ കുഴപ്പമില്ല. നമുക്ക് എന്തായാലും ഇല്ല, നമുക്ക് 8 മണിക്ക് ലൈവ് സ്റ്റാർട്ട് എന്ന് പറഞ്ഞാൽ നമുക്കത് ടൈം കമ്മിറ്റ്മെന്റ് മസ്റ്റ് ആണ്, ചെയ്യേണ്ടതാണ്. റിസ്ക് എടുത്താലും ഒരു ട്രിക്ക് ചെയ്യണമായിരുന്നു. പക്ഷെ നമുക്ക് 1-ാം തീയതി മാർച്ച് 1-ാം തീയതി വരില്ല നിങ്ങള്. മാർച്ച് 1-ാം തീയതി ഞാൻ നിങ്ങൾക്ക് ഒരു ചെറിയൊരു മൈൻഡ് ട്രിക്ക് കാണിച്ചു തരാം. ഓക്കെ, ചെറുത് വരും. 1-ാം തീയതി നിങ്ങൾക്ക് അത് കാണാം തീർച്ചയായിട്ടും. ബാക്കി അനുഭവം ഭാവിയും കൂടി ഡിസ്കസ് ചെയ്യും. എനിക്ക് ലൈവ് സ്റ്റാർട്ടുള്ള സമയമായി, അതെന്തായാലും ചെയ്തേ പറ്റൂ. കുറെ കോൾ വിളിക്കുമ്പോൾ അവർക്ക് കാര്യം പറഞ്ഞു കൊടുക്കണ്ടേ. അപ്പൊ ഇത് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് എന്റെ ലൈവില് പങ്കെടുക്കാം, യൂട്യൂബ് ചാനലിൽ ലൈവില് കേട്ടോ. ഓക്കെ, താങ്ക് യു. ഓക്കെ, താങ്ക് യു വെരി മച്ച് മിത്ര ചേട്ടാ, നല്ല രീതിയിൽ എക്സ്പ്ലെയിൻ ചെയ്ത് തന്നതിന്. ഓക്കെ, എല്ലാവർക്കും കാര്യങ്ങൾ വിശദമായിട്ട് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഓക്കെ, നമ്മൾ എല്ലാം ആരംഭിക്കുകയാണ്. ഒന്നും എന്താ പറയുക, നമ്മൾ പുറകിലേക്കല്ല, മുന്നോട്ട് തന്നെയാണ്. ഇപ്പൊ മിത്ര ചേട്ടൻ നല്ല വ്യക്തമായിട്ട് തന്നെ കാര്യങ്ങളെല്ലാം തന്നെ നിങ്ങൾക്ക് അവതരിപ്പിച്ച് തന്നിട്ടുണ്ട്. മാർച്ച് 10-ാം തീയതി രാവിലെ 6 മണി തൊട്ട് 6:30 വരെയാണ് നമ്മളുടെ ക്ലാസ് ടൈമിങ്സ് വരുന്നത്. ചേട്ടൻ പറഞ്ഞ പോലെ തന്നെ നമ്മളുടെ ടൈം ഡേറ്റ് ഇടണ്ട, അത് ഒരു ചെറിയൊരു ഇത് വന്നാണ് ക്ലാരിഫിക്കേഷൻ കേട്ടോ. മാർച്ച് 10-ാം തീയതി കേട്ടോ, മാർച്ച് 10-ാം തീയതി 6 മണി തൊട്ട് 6:30 വരെയാണ് ലൈവ് ടൈം. ഓക്കെ, നമ്മുടെ മിത്രാസ് ക്ലബിന്റെ മോർണിംഗ് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പോ ഞാൻ വോട്ട് ഓഫ് താങ്ക്സ് പറയാൻ വേണ്ടി, അതായത് നമ്മളുടെ തന്നെ ക്ലബില് അതേപോലെ വർഷങ്ങളായിട്ട്, ഇപ്പൊ ഞാനും ബബിനും മിത്രൻ ചേട്ടനായിട്ട് വർഷങ്ങളായിട്ട്, അത് ഏകദേശം ഒരു 6-7 വർഷങ്ങളോളം ചേട്ടന്റെ എന്താ പറയാ പിറകിൽ തന്നെ ഫോളോവേഴ്സ് ആയിട്ട് ഉണ്ട്. സ്പിരിച്വലിയും അതുപോലെ തന്നെ എന്താ പറയാ, നമ്മൾക്ക് അറിയാൻ എന്റെ ഒരു സെൽഫിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാനും ഒരു അന്വേഷിക്കുന്ന ഒരാളാണ്. അങ്ങനെയാണ് ഞാൻ മിത്രൻ ചേട്ടനെ കണ്ടെത്തിയത് തന്നെ. അപ്പൊ അത് ബബിനും അതേപോലെ തന്നെയാണ്. അപ്പോ അത് നമ്മളുടെ കൂടെയുള്ള എല്ലാ മെമ്പേഴ്സും ഇങ്ങനെ എന്താ പറയാ, അവരുടെ ആയിട്ടുള്ള ഒരു ഫ്രീക്വൻസി, ഇപ്പൊ മിത്രൻ ചേട്ടൻ പറഞ്ഞ പോലെ തന്നെ അവരുടെ ആയിട്ടുള്ള ഒരു ഫ്രീക്വൻസി, ആ ഒരു കണക്ഷൻ, അല്ലെങ്കിൽ നമ്മൾക്ക് ബാക്കിയുള്ള നമ്മളുടെ ആളുകളോട് സംസാരിക്കാൻ പറ്റാത്ത പല കാര്യങ്ങളും ചിലപ്പോൾ നിങ്ങൾക്ക് അറിവുണ്ടാവും. അത് നിങ്ങൾ അവരോട് സംസാരിക്കുമ്പോഴേക്കും ചിലപ്പോൾ അവർ നിങ്ങളെ വേറെ രീതിയിലോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഷെയ്മായിട്ടുള്ള രീതിയിലൊക്കെ സംസാരിക്കാറുണ്ട്. പക്ഷേ ഇവിടെ നിങ്ങൾ ചിന്തിച്ച കാര്യങ്ങൾ ശരിയായിരുന്നു. അങ്ങനെ അന്വേഷിക്കുന്ന അല്ലെങ്കിൽ അന്വേഷണത്തിൽ പറഞ്ഞുള്ള ഒരുപാട് പേരുണ്ട് എന്നുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ, അപ്പൊ ഞാൻ വോട്ട് ഓഫ് താങ്ക്സ് പറയാൻ വേണ്ടി സബീഷ് ചേട്ടനെ വിളിക്കുകയാണ്. സബീഷ് ചേട്ടനും ഇതുപോലെ തന്നെ നമ്മളുടെ മിത്രൻ ചേട്ടൻ്റെ കൂടെ വർഷങ്ങളായിട്ടുള്ള ആളാണ്. ചേട്ടൻ്റെ സ്വന്തമായിട്ട് ചാനലും കാര്യങ്ങളൊക്കെ ഉണ്ട്. ചേട്ടനും ഇതുപോലെ തന്നെ ഒരു സ്പിരിച്വൽ ആയിട്ടാണെങ്കിലും അല്ലാതെ നമ്മളെ വേൾഡിനെ കുറിച്ചുള്ള പല സീക്രട്സ് ആണെങ്കിലും നല്ല ഒരു അറിവ് കിട്ടിയിട്ടുള്ള ഒരാളും കൂടിയാണ്. അപ്പോ സബീഷ് ചേട്ടാ, ഓവർ ടു യു. അവൈലബിൾ ആണോ? ഒന്ന് അൺമ്യൂട്ട് ചെയ്ത് സംസാരിക്കാമോ? എന്റെ പേര് സബീഷ് എന്നാണ്. ഞാൻ ഇവിടെ നാട്ടില് മലപ്പുറം. ഇപ്പൊ ചെറിയൊരു വെക്കേഷന് വന്നിട്ട് 10 ദിവസത്തെ വെക്കേഷന് വേണ്ടി വന്നിട്ടുള്ളതാണ്. അപ്പോഴാണ് നമ്മളെ ഈ ഒരു മോർണിംഗ് ക്ലബ് 2 അത് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. അപ്പൊ ഇന്ന് ഇത്രയും നേരം ഇവിടെ ഇത് കേൾക്കാൻ വന്ന എല്ലാവർക്കും എന്റെ പേരിലും മിത്രാസ് ഇന്റർനാഷണലിന്റെ പേരിലും ഞാൻ നന്ദി രേഖപ്പെടുത്താണ്. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ മിത്രമ്പായുടെ ഒരു കേസ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ, ഒരു സമൂഹത്തിനെ മൊത്തം മാറി ചിന്തിപ്പിക്കാൻ വേണ്ടി മാത്രം ദൈവം നിയോഗിച്ച ഒരു വ്യക്തിയായിട്ടാണ് എനിക്ക് പുള്ളിയെ പറ്റി പറയാനുള്ളത്. അപ്പൊ അതുപോലെയാണ് എല്ലാ കാര്യങ്ങളും. സോ നിങ്ങൾ എന്താണ് നമ്മൾ എന്നുള്ളത് ശരിക്കും സത്യം നമ്മുടെ ഉള്ളിലുള്ള ശരിക്കുള്ള ആ ഒരു സംഭവം മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു 28 ഡേയ്സിന്റെ ക്ലാസ്സിലൂടെ നിങ്ങൾക്ക് എല്ലാവർക്കും സാധിക്കുന്നതാണ് എനിക്ക് പറയാനുള്ളത്. ഒരു ക്ലാസ് പോലും മിസ്സാക്കരുത്.
അപ്പോൾ മാർച്ച് 10-നാണ് നമ്മളെ ഫസ്റ്റ് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാൻ പ്ലാൻ ചെയ്തിരിക്കുന്നത്. അന്ന് മുതൽ എല്ലാവരും ക്ലാസ് അറ്റൻഡ് ചെയ്യണം എന്ന് വിചാരിക്കുന്നു. ഓക്കെ. പിന്നെ അതുപോലെ തന്നെ ഈ ഒരു ഫൗണ്ടേഷന്റെ ബേസ് പില്ലേഴ്സ് ആയിട്ട് നിൽക്കുന്ന ഭവിൻ, അനൂപ്, കിരൺഭായി, പിന്നെ അതുപോലുള്ള എല്ലാവരും വിച്ചു, എല്ലാവരെയും ഞാൻ ഈ ഒരു സമയത്ത് ഓർക്കുകയാണ്. അപ്പോൾ ഇന്നിവിടെ വന്ന എല്ലാവർക്കും എൻ്റെ പേരിലും മിത്രാസ് ഇന്റർനാഷണലിന്റെ പേരിലും നന്ദി രേഖപ്പെടുത്തുന്നു. നന്ദി. അനൂപ്, താങ്ക് യു വെരി മച്ച് സബീഷ് ചേട്ടാ. നമ്മുടെ ഒരു സപ്പോർട്ട് മിനിറ്റ് കൂടി. അതായത് ഇപ്പോ പുതുതായിട്ട് ചേർന്ന് എല്ലായിടത്തും എനിക്ക് പറയാനുള്ള ഒരു കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ ഒരു ആറേഴ് വർഷം മുമ്പത്തെ ഒരു മിത്രമായി എനിക്കറിയാം. അതായത് മണിക്കൂറുകളോളം ഫ്രീ ഉള്ള, നമ്മൾ എപ്പോൾ വിളിച്ചു കഴിഞ്ഞാലും എന്തെങ്കിലും കാര്യം സംസാരിക്കാനും ഇല്ലെങ്കിൽ നമ്മുടെ ഡൗട്ട്സ് ക്ലിയർ ചെയ്യാനും അവൈലബിൾ ആയിട്ടുള്ള ഒരു മിത്രമായി എനിക്കറിയാം. പക്ഷെ അന്നേ പുള്ളി പറഞ്ഞിരുന്നു, അതായത് ഞങ്ങളെല്ലാവരും ഉള്ള ഒരു ഗ്രൂപ്പിനകത്ത് പുള്ളി പറഞ്ഞിരുന്നു, ഇപ്പൊ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇപ്പൊ നിങ്ങൾക്ക് എന്നെ യൂസ് ചെയ്യാം. 10 മിനിറ്റ് ആണെങ്കിൽ 10 മിനിറ്റ്, അല്ലെങ്കിൽ അരമണിക്കൂറാണെങ്കിൽ അങ്ങനെ എന്ത് വേണമെങ്കിൽ ചോദിച്ചാൽ നിങ്ങൾക്ക് എന്നെ യൂസ് ചെയ്യാമെന്ന് അന്ന് പറഞ്ഞില്ല. പക്ഷെ അന്ന് അവിടെ ഉള്ളവരാരും അത് അത്ര കാര്യമായിട്ട് എടുത്തില്ല. പക്ഷെ അന്നേ പുള്ളി പറഞ്ഞിരുന്നു, പിന്നെ കാണണമെങ്കിൽ അപ്പോയിന്റ്മെന്റ് എടുക്കേണ്ടി വരും എന്നുള്ളൊരു കാര്യം അടക്കം വന്ന് പറഞ്ഞിരുന്നു. ഇന്നിപ്പോ ആ സ്റ്റേജിലേക്ക് എത്തി. ഒരു 4-5 വർഷം കൊണ്ട് മിത്രന്മാരെ വളർച്ച പറഞ്ഞ ആ ഒരു സ്റ്റേജിലേക്ക് എത്തി. അപ്പൊ എനിക്ക് പുതുതായിട്ട് വന്ന ഈ മെമ്പേഴ്സിന്റെ അടുത്ത് നിങ്ങൾ എല്ലായിടത്തും പറയാനുള്ള കാര്യം, നിങ്ങളെ ഡെയിലി ക്ലാസ്സിനകത്ത് ഒരു 10-15 മിനിറ്റ് എനിക്ക് മിത്രംബായിട്ട് ഇന്ററാക്ട് ചെയ്യാനുള്ള ഒരു ടൈമും കിട്ടും. അപ്പൊ മാക്സിമം മിത്രംബായിയെ എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി നിങ്ങൾ എല്ലാവരും ശ്രമിക്കണം. ഇതൊരു ചാൻസ് ആണ്. ഇതിന് ശേഷം നിങ്ങൾക്ക് ആ ഒരു ചാൻസ് കിട്ടിക്കൊള്ളുന്നില്ല. അപ്പോ ആ ഒരു കാര്യം കൂടി എല്ലാവരും ഒന്ന് മൈൻഡിൽ വെച്ചോ, അതുകൂടി ഒന്ന് ഓർമ്മിപ്പിക്കണം. ശരിയാണ്. Okay, thank you very much, Sabir Shatta. Thank you very much for the valuable feedback and everything. ഓക്കെ, സബീഷന്റെ കൂടാതെ തന്നെ നമ്മുടെ അഡ്മിൻ സപ്പോർട്ടിൽ വർഷങ്ങളായിട്ട് തന്നെയുള്ള ഒരാളും കൂടിയാണ് കിരൺ രാജ് എന്ന് പറഞ്ഞ്. ആള് കൊല്ലത്താണ്. സെയിൽസും കാര്യങ്ങളൊക്കെ പുള്ളിയാണ് ഹാൻഡിൽ ചെയ്യുന്നത്. നമ്മുടെ FMCG ഇനി വരാൻ പോകുന്ന പല പ്രൊജക്ട്സിന്റെയും കാര്യങ്ങളൊക്കെ കിരൺ ആയിരിക്കും ഹാൻഡിൽ ചെയ്യുന്നത്. അതേപോലെ തന്നെ ഒരുപാട് മെമ്പേഴ്സ് ഉണ്ട് വർഷങ്ങളായിട്ട് മിത്രൻ ചേട്ടനെ അറിയാവുന്നവര്. പിന്നെ ഇപ്പൊ സബീഷ് ചേട്ടൻ പറഞ്ഞ ഒരു പോയിന്റ്സിനോട് ഞാൻ ഒന്നും കൂടി ഒന്ന് അഡപ്റ്റ് ചെയ്യാണ്. കാരണം ഇനിയിപ്പോ ചേട്ടനോട് ഒരു 5 മിനിറ്റ്സോ ഒരു 2 മിനിറ്റ്സോ പോലും സംസാരിക്കാനുള്ള ഒരു ഗ്യാപ്പ് ശരിക്കും പറഞ്ഞാൽ കിട്ടാത്തൊരവസ്ഥയിലാണ്. അതായത് മോർ ദാൻ ഒരു 3000+ ആസ്ട്രോളജി അപ്പോയിന്റ്മെന്റ്സ് ചേട്ടൻ ചെയ്തിട്ടുണ്ട്. 100% ആക്യുറസി ആണ്. അപ്പോ അടുത്ത വർഷം, അതായത് ഏകദേശം ഒരു മാർച്ച് 29ഓളം ആയിട്ട് തന്നെ ഇപ്പോ നമ്മളുടെ അപ്പോയിന്റ്മെന്റ്സ് തന്നെ ബുക്ക് ആയിരിക്കുകയാണ്. കാരണം നമുക്ക് അത്രയും ആളുകളുണ്ട് വെയിറ്റിംഗ് ലൈനിൽ. ഡെയിലി നമ്മൾ ഒരു മാക്സിമം ഒരു 3 പേഴ്സൺസ് വെച്ച് നമ്മൾ എന്താ പറയാ ചേട്ടൻ കാണുകയുള്ളൂ. കാരണം അത്രയും ടൈറ്റ് സ്കെഡ്യൂളാണ്. പിന്നെ നമ്മളുടെ മോർണിംഗിന്റെ ക്ലാസ്, ആസ്ട്രോളജിയുടെ ക്ലാസ്, പിന്നെ ആസ്ട്രോളജി പഠിക്കാൻ താല്പര്യമുള്ളവരാണെന്നുണ്ടെങ്കിൽ നമ്മളുടെ സെക്കൻഡ് ബാച്ച് മെയിലൊക്കെ ആകുമ്പോഴേക്കും സ്റ്റാർട്ട് ചെയ്യുന്നതാണ്. അപ്പൊ അതിന് അഡ്മിഷൻസ് നിങ്ങൾക്ക് എടുക്കണമെന്നുണ്ടെങ്കിൽ അതും നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഓക്കെ, അതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ നമ്മൾ ലാൻഡിംഗ് ഗ്രൂപ്പിൽ അറിയിക്കാം. ജസ്റ്റ് ഇൻ കേസ് നിങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ലാൻഡിംഗ് ഗ്രൂപ്പിൽ അറിയിച്ചാൽ മതി. നമ്മുടെ അഡ്മിൻസ് നിങ്ങളെ അതിന്റെ വിവരങ്ങളൊക്കെ പറഞ്ഞു തരുന്നതായിരിക്കും. ഓക്കെ, പിന്നെ സെക്കൻഡ് ബാച്ചിന്റെ ഇപ്പൊ പറഞ്ഞ പോലെ മാർച്ച്, ഞാൻ ഒന്നുകൂടി ഒന്ന് ഓർമ്മപ്പെടുത്തുകയാണ്, മാർച്ച് 10-ാം തീയതി രാവിലെ 6 മണി തൊട്ട് 6:30 വരെ ആയിരിക്കും നമ്മുടെ ക്ലാസ്സിന്റെ ടൈമിംഗ് വരുന്നത്. അത് കുറച്ചൊക്കെ ചിലപ്പോൾ എക്സ്റ്റെൻഡ് ആവാം. അപ്പൊ പരമാവധി ആ ലൈവ് സെഷൻസിൽ നിങ്ങൾ ജോയിൻ ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, ഇൻ കേസ് നിങ്ങൾക്ക് പറ്റിയില്ല, എന്തെങ്കിലും നിങ്ങളുടെ സാഹചര്യങ്ങൾ കൊണ്ട് പറ്റാത്തൊരു എന്താ പറയാ സാധിച്ചില്ല എന്നുണ്ടെങ്കിൽ അതിൽ വറി ചെയ്യേണ്ട. എന്തായാലും നമ്മൾ റെക്കോർഡിങ്സ് സെയിം ഡേ തന്നെ നമ്മൾ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. നിങ്ങൾക്കത് കാണുകയും ചെയ്യാം. 48 hours ആയിരിക്കും മാക്സിമം നമ്മൾ അവൈലബിൾ ആയിട്ട് വെക്കുന്നത് കേട്ടോ റെക്കോർഡിങ്സിന്റെ. അപ്പൊ അതുകൊണ്ടാണ് പരമാവധി ഒന്ന് ലൈഫ് ടൈം ജോയിൻ ചെയ്യാനുള്ള രീതിയിൽ ശ്രമിക്കുക. നമ്മുടെ ലൈവ് ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്യുന്നതാണ്. നിങ്ങൾക്ക് താല്പര്യമുള്ളവർക്ക് അതിലേക്ക് ജോയിൻ ചെയ്യാം. ഓക്കെ, അപ്പൊ എന്തായാലും വൺസ് അഗൈൻ എല്ലാവർക്കും താങ്ക് യു വെരി മച്ച് ഫോർ ജോയിനിങ് ആൻഡ് വെൽക്കം ടു മിത്രാസ് ക്ലബ്. പിന്നെ ചേട്ടൻ പറഞ്ഞ പോലെ തന്നെ നിങ്ങളുടെ ബന്ധുക്കൾക്കോ സുഹൃത്തുക്കൾക്കോ ഒന്ന് നമ്മുടെ ലാൻഡിംഗ് ഗ്രൂപ്പിൽ ഇപ്പോൾ ഡീറ്റെയിൽസ് നമ്മൾ അയച്ചിട്ടുണ്ട്. നമ്മുടെ ഗ്രൂപ്പ്സിലൊക്കെ ഉണ്ട്. അതുപോലെ നമ്മുടെ വാട്സപ്പിന്റെ ചാനൽ ഉണ്ട്, mitras.in എന്ന് പറഞ്ഞിട്ട്. അതിലും നിങ്ങൾ ജോയിൻ ചെയ്യുക. ഡെയിലി അപ്ഡേറ്റ്സ് അഡ്മിൻസ് അതിൽ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, പിന്നെ നമ്മുടെ ലിങ്ക് നമ്മളിപ്പോ സൂമിന്റെ ചാറ്റ് ബോക്സിൽ നമ്മൾ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അത് നിങ്ങളുടെ ബന്ധുക്കൾക്കോ സുഹൃത്തുക്കൾക്കോ ആർക്കാണോ, അതായത് നിങ്ങളുടെ തന്നെ ഒരു ഫ്രീക്വൻസി സെയിം ലെവലിൽ കണക്ട് ചെയ്യാൻ വേണ്ടി അവർക്കും കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവര് നിങ്ങൾ എന്താണോ പറയുന്നത് എന്നുള്ളതും കൂടി മനസ്സിലാക്കാനുള്ള ഒരു ഇത് അവർക്കും കിട്ടും. ഓക്കെ, നമ്മൾ 1028 ദിവസത്തെ ക്ലാസ്സിൽ ഇപ്പൊ ഒരുപാട് പേര് ഓവറോൾ ഒരു 530ഓളം പേര് തന്നെ നമ്മളുടെ ഫസ്റ്റ് ബാച്ചിന്റെ സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ആയി കഴിഞ്ഞിട്ടുണ്ട്. എല്ലാവരും ഒരു എൻലൈറ്റൻ അല്ലെങ്കിൽ ഒരു സ്പിരിച്വൽ ആയിട്ടുള്ള രീതിയിലാണ് നിൽക്കുന്നത് തന്നെ. ഓക്കെ, അപ്പോ ഇത്രയേ ഉള്ളൂ. ഞാൻ എന്റെ വാക്കുകൾ ദീർഘിപ്പിക്കുന്നില്ല. ബവിൻ, എന്തെങ്കിലും എക്സ്ട്രാ ആഡ് ചെയ്യാൻ വല്ലതും ഉണ്ടോ? ഒന്ന് ജസ്റ്റ് ബവിൻ അവൈലബിൾ ആണോ? യെസ്, മീറ്റിംഗ് നമ്മൾ ഫിനിഷ് ചെയ്യാണ്. നിങ്ങൾക്ക് ലൈവിലേക്ക് കയറാനുള്ളവർക്ക് കയറാം കേട്ടോ. ബവിൻ, എന്തെങ്കിലും എക്സ്ട്രാ ആഡ് ചെയ്യാനുണ്ടോ?
വിഷ്ണു പറയുന്നത് കേൾക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് ഭവനോടൊന്ന് ജസ്റ്റ് ഇന്റിമേറ്റ് ചെയ്യാമോ? എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് അല്ലെങ്കിൽ മീറ്റിംഗ് നമുക്ക് വൈൻഡ് ചെയ്യാറുണ്ട്. ഓക്കെ ഓക്കെ ഓക്കെ, അപ്പൊ ഭവിൻ പറഞ്ഞു ഓക്കെ, അപ്പൊ നമ്മൾ മീറ്റിംഗ് വൈൻഡപ്പ് ചെയ്യാണ്. നിങ്ങൾക്ക് ഇനി ലൈവിലേക്ക് ജോയിൻ ചെയ്യാം കേട്ടോ. താങ്ക് യു വെരി മച്ച്, താങ്ക് യു ഫോർ ജോയിനിങ്. ഓക്കെ, നമുക്ക് പവിത്രസ് ക്ലബിൽ കാണാം. ഓക്കെ, താങ്ക് യു. ഭവിൻ മീറ്റിംഗ് എൻഡ് ചെയ്തോളൂ കേട്ടോ. താങ്ക് യു.